അമ്മ വൈകിട്ട് ബീച്ചിൽ പോവാന്ന് പറഞ്ഞപ്പോ ഓഫ് കോഴ്സ് വൈ നോട്ട്, ബീച്ച് കണ്ടിട്ട് കുറെ ആയല്ലോ, അപ്പൊ ബീച്ചിൽ പോവാന്ന് വിചാരിച്ചു. എവിടെയെങ്കിലും പോവാൻ നിൽക്കുമ്പോ അമ്മ മോളുടെ വഴക്ക് അത് പതിവാണല്ലോ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഞാൻ ഇട്ടില്ല, അതായിരുന്നു ഇന്നത്തെ വഴക്കിനുള്ള റീസൺ. ആ പുച്ചാണ് ഈ മുഖത്തിപ്പോ കാണുന്നത്. ചെറുപ്പത്തിൽ എന്റെ വീട് ബീച്ച് സൈഡ് ആയിരുന്നു, സോ എല്ലാ സൺഡേ നമ്മൾ ബീച്ചിൽ പോവായിരുന്നു. അതേ ബീച്ചിലോട്ടാണ് പോകുന്നത്. സോ ഇന്ന് ആ വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബസ് ഇറങ്ങി കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ. ക്യാമറ ഓൺ ആക്കിയപ്പോ അമ്മക്ക് ചിരി വരുന്നു. നേരത്തെ വഴക്കിട്ടത് മറന്നു എന്നാണ് തോന്നുന്നത്. എത്ര വഴക്കിട്ടാലും അറ്റ് ദ എൻഡ് ഷീസ് മൈ അമ്മ. അമ്മനോട് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. എന്നെയും അമ്മനും കാണാൻ ഒരേപോലെ ഉണ്ടോ എന്ന് കമന്റ് ബിലോ ഗായ്. അമ്മന്റെ കൂട്ടുകാരി ജോയിൻ ആയിട്ടുണ്ട്. കുറെ മാങ്ങയായിട്ടാണ് കേട്ടോ ആന്റി വന്നത്. ഇതാണ് ഞാൻ ചെറുപ്പത്തിൽ താമസിച്ചിരുന്ന വീട്. നടന്ന് ഫൈനൽ ഇതാ ബീച്ച് എത്തി. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ സൺസെറ്റ് നോക്കിയിരിക്കാൻ. എന്ത് ഭംഗിയാണല്ലേ സൺസെറ്റ് ആവുന്നത് കാണാൻ വേണ്ടിട്ട്. കുറെ പിള്ളേർ ഇവിടെ കളിക്കണ്ടായിരുന്നു. സോ അവന്റെ കളി നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക. അനിയൻ എനിക്ക് മിസ്സാവുണ്ട്. അവൻ ഉണ്ടായിരുന്നെങ്കിൽ വെള്ളത്തോട്ട് ഇറങ്ങായിരുന്നു, കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കായിരുന്നു. കുറെ നേരം മിണ്ടാണ്ടിരുന്നില്ല. അപ്പൊ ഈ ഷെല്ല് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. ചെറുപ്പത്തിൽ ഈ ഷെൽസ് ആൻഡ് ചിപ്പുകളുടെ കുറെ കളക്ഷൻസ് എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. ആയിട്ട് ഒരു ഹാർട്ട് വരച്ചതിൽ എന്നെ എസ് നദി. എസ് വേറെ ആരും അല്ല, എന്റെ അമ്മയാണ്. ബീച്ച് വന്ന് കാൽ നനച്ചില്ലെങ്കിൽ അത് മോശമല്ല. സോ കുറച്ചു നേരം വെള്ളത്തിൽ ഇറങ്ങി. കണ്ടില്ല ഇവിടെ കപ്പിൾസ്, ഫ്രണ്ട്സ്, കസിൻസ് ഒക്കെ ആയിട്ട് വരുമ്പോ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ചിൽ ചെയ്യാണ്. അങ്ങനെ ബീച്ചൊക്കെ കണ്ടു. വി ആർ റിട്ടേണിംഗ് ടു ഹോം. എന്റെ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമന്റ്സിൽ അറിയിക്കണേ. ആൻഡ് എന്റെ വീഡിയോസ് ഇഷ്ടമായോ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.